ശ്രീ തിരുവനന്തപുരത്ത് നടന്ന ഈ ഇഡിയുടെ ആക്രമണങ്ങൾ, അതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പല നേതാക്കളും ആളെ കൂട്ടി രംഗത്തിറങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. എ റഹീമിന്റെ പേരൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട്. എ റഹീം അടുക്കം കൊടുക്കുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇഡിയുടെ ലിസ്റ്റിൽ പല വമ്പന്മാരുമുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് ചർച്ചയാകുമ്പോൾ സതീശൻ എന്തുകൊണ്ട് മിണ്ടിയില്ല എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. ഇപ്പൊ സതീശൻ മൗനി ബാബ വാ തുറന്നിരിക്കുകയാണ്. സതീശൻ പറയുകയാണ്, സതീശൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇതൊക്കെ കഴിഞ്ഞ ദിവസം പൂക്കി മുഖ്യമന്ത്രിയുടെ ചിരിയും സംസാരമൊക്കെ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. എന്താണ് പെട്ടെന്ന് സതീശൻ ഒരു 12 തവണ മൈക്കുമായി ആളുകളൊക്കെ പുറകെ പോയിട്ടും തീയാവാത്ത സതീശൻ പെട്ടെന്നൊരു ദിവസം വന്ന് തീയാവുകയാണ്. അത് മാധ്യമങ്ങൾ എടുത്തിട്ട് അങ്ങ് ആഘോഷിക്കുന്നു. പഠിക്കാനായിട്ട് ഇങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ആകേണ്ടത്, പഠിക്കാൻ സമയമെടുത്തതാണോ? 5 ലക്ഷം രൂപ അടക്കം വാങ്ങിയ പലരുടെയും പേരുകൾ, ലീഗിന്റെ സമ്മർദ്ദത്തിലാണല്ലോ VD സതീശൻ മുഖ്യമന്ത്രിയായത്. കുഞ്ഞാലിക്കുട്ടിയുടെ പേരും അതിൻ്റെ അകത്തുണ്ട്. സ്വാഭാവികമായി ലീഗിനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പതുക്കെ പറഞ്ഞാൽ മതി എന്നുള്ളതാണോ, അതോ ഇനി ഈ കേന്ദ്രത്തിലിരിക്കുന്ന പല മമ്മി പിന്നെ മാഡത്തിന്റെ മക്കളും അടക്കം കർത്തയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി, എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ? ഇതിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, VD സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് വരുമ്പോൾ നേരത്തെയുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഉത്തരവാദിത്തത്തെക്കാൾ കുറച്ച് കൂടുതൽ ഗൗരവത്തോടെ കാര്യങ്ങൾ നീക്കണം. എല്ലായ്പ്പോഴും മാധ്യമങ്ങൾ ചെന്ന് ഒരാളുടെ മുമ്പിൽ മൈക്ക് നീട്ടിക്കൊണ്ട് കാര്യം ചോദിച്ചാൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ആണ്. അല്ലെങ്കിൽ അതേ ഇനി അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതിനെ നമുക്ക് സമ്മതിക്കാം. കാരണം പിണറായി വിജയൻ്റെ അടുത്ത് ഈ രീതി മൈക്ക് കൊണ്ട് ചെല്ലുമായിരുന്നു. വളരെ പേടിച്ച് ഭയഭക്തി ബഹുമാനങ്ങളോടെ ദൂരെ നിന്ന് നീട്ടും. പിണറായി വിജയൻ പറഞ്ഞാൽ ഓക്കെ, അതല്ലാതെ VD സതീശൻ്റെ അടുത്ത് ഞങ്ങൾക്ക് പറ്റും, VD സതീശൻ എന്തും പറ്റുന്ന ഒരു നേതാവാണ് എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് അതിനോട് അംഗീകരിക്കാൻ പറ്റില്ല. ഇനി മാത്രമല്ല, ധന്യ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, VD സതീശൻ ഉൾപ്പെടെയുള്ളവർ കരിമണൽ കർത്തയിൽ നിന്ന് പണം വാങ്ങിയത് കൊണ്ടാണോ ഒരു പക്ഷേ ഈ മിണ്ടാത്തത് അല്ലെ ഈ മൗനം എന്നുള്ളതിന് ആ രീതി വ്യാഖ്യാനിക്കാം. കുഞ്ഞാലിക്കുട്ടിക്ക് 20 ലക്ഷം രൂപ നൽകിയപ്പോൾ VD സതീശൻ 5 ലക്ഷമേ നൽകിയുള്ളൂ. അന്ന് VD സതീശൻ MLA, കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി. വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പോൾ ഗ്രാഫ് മാറി. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി VD സതീശനാണ്. മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ മുസ്ലിം ലീഗുമായിട്ട് ചർച്ച ചെയ്തിരിക്കാം, ദേശീയ നേതൃത്വമായിട്ട്, അതായത് കോൺഗ്രസിൻ്റെ ഉന്നതതല നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തിരിക്കാം. അതിനുശേഷമായിരിക്കും വാ തുറന്നത്. പക്ഷേ തുറന്നതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് സമ്മതിക്കണം. VD സതീശൻ പറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ കാണുന്നത്. കാരണം ഇത്രയും നാൾ നരേന്ദ്രമോദി VD സതീശൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ശത്രുപക്ഷത്താണ്. അങ്ങനെയുള്ള പ്രതിപക്ഷ നേതാവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഇനി ഒഫീഷ്യലായിട്ട് കേരളം സന്ദർശിക്കാൻ വരുമ്പോൾ പോലും പ്രതിപക്ഷ നേതാവ് വരുന്നില്ലല്ലോ. പകരം പ്രതിപക്ഷ നേതാവിന് വരെ മുഖ്യമന്ത്രിയാണല്ലോ. ഇവിടെ അങ്ങനെയല്ല. മുഖ്യമന്ത്രി ആയ ചുമതല ഏറ്റതിന് ശേഷം ഡൽഹിയിലേക്ക് എത്തണം, പ്രധാനമന്ത്രിയെ കണ്ടിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലപാട്, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ട സഹായങ്ങൾ, ഇതൊക്കെ തന്നെ ആ ഒരു അപേക്ഷ പോലെ അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിക്കണം. അദ്ദേഹത്തിൽ നിന്ന് സഹായം കിട്ടണം. സാമ്പത്തികമായിട്ട് ഒരുപാട് ഞെരുക്കത്തിലാണ്. അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ചെല്ലുന്നു. ഇവിടെ CPM ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നിലപാട് എന്തായിരുന്നു? ഇവിടെ VD സതീശനും BJPയും തമ്മിൽ ഒത്തുകളിക്കുന്നു. അങ്ങനെ VD സതീശൻ നരേന്ദ്രമോദി അടുത്ത് എന്ന് പറയുന്നു, നിങ്ങൾ ഉടനെ ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തൂ, ഞാൻ ഇവിടുത്തെ സംസ്ഥാന പോലീസിനെ വിന്യസിച്ചു തരാം, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയുന്നു. അദ്ദേഹം പറയുന്നത് വളരെ പരിഹാസരൂപേണ. പക്ഷേ അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം VD സതീശൻ അങ്ങോട്ട് ചെന്ന് പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുക, നിങ്ങൾ നാളെ മുതൽ ഇവിടെ അന്വേഷിക്കാൻ വരൂ, നിങ്ങൾ ED വിടൂ, ഞാനെല്ലാം തയ്യാറാക്കി തരാമെന്ന് അല്ലെ? അത് ശരിക്കും കോമഡിയാണ് അല്ലേ? അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞാലാണോ നടക്കുന്നത്? പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇതുവരെ VD സതീശന് ഈ പ്രധാനമന്ത്രിയെ കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനി കണ്ടേ പറ്റുള്ളൂ. മാത്രമല്ല, പിണറായി വിജയൻ എപ്പോഴെങ്കിലും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ പദവിയിൽ ഇരുന്നപ്പോൾ വിമർശിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഒരക്ഷരം പോലും. പ്രധാനമന്ത്രിയുടെ BJP വിമർശിക്കും, പാർട്ടിയുടെ നിലപാടുകൾ വിമർശിക്കും, RSSനെ വിമർശിക്കും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കില്ല. ഇവിടെ VD സതീശനും ഇത്രയും കാലം നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞു ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ നടന്നിരിക്കാം. പക്ഷേ ഇനി ഈ വിമർശനമൊന്നും ഉണ്ടായില്ല. കാരണം സംസ്ഥാനത്തിൻ്റെ ഭരണം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ BJPയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ, പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ വേണമല്ലോ. ഈ രീതിയിലായിരിക്കാം ചെയ്യുന്നത്. അല്ലാതെ VD സതീശനും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ പ്ലാൻ ചെയ്തിട്ട് പിണറായി വിജയനെ പൂട്ടാൻ പോകുന്നു എന്ന രീതിയിൽ സഖാക്കളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് എന്താ പറയുക, സഹതാപം
മാത്രമേ ഉള്ളൂ, പുച്ഛം പോലും പാടില്ല, സഹതപിക്കണം. കാരണം ഇത്രയുള്ള കമ്മികൾ, ഇത്രയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ നമുക്കങ്ങ് തോന്നിപ്പോവാം. ഇവിടെ പിണറായി വിജയന്റെ മകൾക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ സഖാക്കൾ മുഴുവൻ തെരുവിലിറങ്ങി. പിണറായി വിജയൻ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തെരുവിലിറങ്ങ് ഞങ്ങളുടെ സഖാവിനെ സംരക്ഷിക്കാൻ. അല്ലാതെ മകൾ ചെയ്ത ഒരു കുറ്റം, മകൾ ചെയ്ത കുറ്റവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്ക് മുഖ്യമന്ത്രിയിലേക്ക് പോയി അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയിലേക്ക് പോയി എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് അവരോട് വളരെയധികം സഹതാപം മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? എനിക്ക് തോന്നുന്നു പിണറായി വിജയനേക്കാൾ ഫാൻസ് ഉള്ളത് വീണ തൈക്കണ്ടിക്കാണ്. അതാണ് കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് നമ്മൾ കണ്ടത്. കാരണം എല്ലാ സഹാക്കന്മാരും ഒത്തുകൂടുന്നു വീണ തൈക്കണ്ടിക്ക് വേണ്ടി, പിണറായി വിജയന് വേണ്ടിയല്ല. അത് ഇനി നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പൊ നടന്നത് വീണ തൈക്കണ്ടിക്ക് വേണ്ടിയുള്ള പ്രതിഷേധവും സമരവും തീവയ്പ്പും കത്തിക്കലും സ്ഫോട വസ്തുക്കൾ അറിയലും ഒക്കെ വീണ തൈക്കണ്ടിക്കാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വീണ തൈക്കണ്ടിയെ മത്സരരംഗത്ത് ഒരു അംഗത്വമൊക്കെ നൽകി മത്സരരംഗത്തേക്ക് ഇറക്കേണ്ടതായിരുന്നു. കാരണം അവർക്ക് അത്രയും ഫാൻസ്, അത്രയും അനുകൂലികൾ പാർട്ടിയിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഗോവിന്ദൻ മാഷിന്റെ മക്കൾക്കോ ശ്രീമതി ടീച്ചറുടെ മക്കൾക്കോ കെ ശൈലജയുടെ മക്കൾക്കോ വീണ ജോർജിന്റെ മക്കൾക്കോ ഒരു പ്രശ്നം വന്നാൽ ഏതെങ്കിലും സഖാക്കൾ ആ പരിസരത്തൂടെ പോയില്ല. വീണ തൈക്കണ്ടിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ പിണറായി പോലും പറയാതെ ആളുകൾ ഒത്തുകൂടി പറയില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തായാലും സതീശൻ പറയുന്നത് പോലെ പിണറായി വിജയന്റെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റിംഗ് വെച്ച് പിണറായി എന്തായാലും ഇത്തരം കാര്യങ്ങൾക്ക് പോകില്ല. സതീശന് അത്ര വിശ്വാസമുണ്ട് എങ്കിൽ നമ്മളും വിശ്വസിച്ചേ പറ്റൂ. എന്തായാലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ IP വിനു ഗുണ്ടയല്ല, IP വിനു ചെയ്ത ഒരു കാര്യം നിങ്ങൾ കാണിച്ചു തരൂ എന്നൊക്കെ പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നുണ്ട്. അത് നമുക്കറിയില്ല. കാരണം സഖാക്കന്മാർ ചെയ്യുന്ന പല കാര്യങ്ങളും കേസാകുന്നില്ല, പലതും അത് ക്രിമിനൽ കുറ്റമാണ്. കാരണം ഈ രക്ഷാപ്രവർത്തകരായ അനിൽകുമാർ സന്ദീപും 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വഴിയിലിട്ട് ചന്നം പിന്നെ അടിച്ചിഞ്ച പരുവമാക്കി എഴിക്കാൻ വയ്യാതെ കിടന്നപ്പോഴും പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? രക്ഷാപ്രവർത്തനം. അത് ക്രിമിനൽ കുറ്റമാണ് എന്നുള്ളത് ഇപ്പോൾ UDF സർക്കാർ വന്നപ്പോഴാണ് 5 എണ്ണം സസ്പെൻഷനായി വെളിയിൽ പോയത്. അതുപോലെ തന്നെയാണ് ബിനു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സഖാക്കന്മാർക്കെല്ലാം രക്ഷാപ്രവർത്തനമാണ്, സേവനമാണ്. അതൊക്കെ ക്രിമിനൽ ആണെന്ന് പറയുന്നത് ജനങ്ങളാണ്. അതുകൊണ്ട് അവരെയൊന്നും നമ്മൾ തൽക്കാലം പറയുന്നില്ല. എന്തായാലും ഇവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇല്ലെങ്കിൽ തലസ്ഥാനം ഇങ്ങനെ അക്രമാസക്തമാവുന്ന രീതിയിലേക്ക് പോകില്ല, അതുറപ്പാണ്. വീണ തൈക്കണ്ടിക്ക് വേണ്ടി ആളുകളെ സംഘടിപ്പിക്കുക, അതിലെല്ലാ നേതാക്കളും വരിക, A റഹീമും മേയർ ആര്യ രാജേന്ദ്രനും അടക്കം പലരും അതിൽ ഉണ്ടാവുക. ഈ സഹാക്കളൊക്കെ എവിടെ നിന്നാണ് പെട്ടത്? അതായത് പിന്നെ പ്രായമായവരടക്കം, അതായത് വീട്ടിലിരുന്ന് പത്രവും വായിച്ച് ചെറുമക്കളോടൊപ്പം കളിച്ചിരിക്കേണ്ടവരടക്കം ഇവിടെ വന്ന് വീണ തൈക്കണ്ടിക്ക് വേണ്ടി ജയ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ വമ്പൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സോണിയാഗാന്ധിയോടൊക്കെ ചോദിച്ച്, KC വേണുഗോപാലിനോടൊക്കെ ചോദിച്ച്, പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ചോദിച്ച് പാണക്കാട് പോയി കൃത്യമായി കാര്യങ്ങളൊക്കെ ചോദിച്ച്, ഇനി പാണക്കാട് പോയാൽ അത് മാധ്യമങ്ങൾ അറിയുമെന്നുള്ളതുകൊണ്ട് ഫോണിൽ കൂടെ വിളിച്ചൊക്കെ എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ ഉള്ളൊരു അടുക്കും ചിട്ടയും കിട്ടിയിട്ടായിരിക്കണം മുഖ്യമന്ത്രി, പൂക്കി മുഖ്യമന്ത്രി ഇന്നലെ വാ തുറന്നത്. ആ തുറന്നതിൽ എനിക്കൊന്നും മനസ്സിലായില്ല. പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയത് അതുമാത്രം പറഞ്ഞ് ഒഴിയുന്നതിനപ്പുറം ഇതിൽ ഈ ശശിധരൻ കർത്തയെക്കുറിച്ചോ, ശശിധരൻ കർത്ത നടത്തിയ ഈ ഖനനത്തെക്കുറിച്ചോ, ഈ അഴിമതിയെക്കുറിച്ചോ, ഈ ഖനനം നടത്താൻ പാടില്ലാതിരുന്നിട്ട് 4 വർഷം ഇയാൾ സംസ്ഥാന സർക്കാരിന്റെ പേരിൽ ഖനനം നടത്തിയത്, ഇതിനെക്കുറിച്ചൊന്നും ഈ ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പറയാനില്ലേ? തീയാണ് സതീശൻ, പിന്നെ കാറ്റാണ് സതീശൻ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇതൊക്കെയല്ലേ ആരാണ് കർത്ത? ഒരു കാര്യം മനസ്സിലാക്കണം, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് VD സതീശൻ വന്നു കയറുന്നത്. ആ VD സതീശൻ വരാതിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. KC വേണുഗോപാലെ വരുവുകളായിരുന്നു. പക്ഷെ വളരെ കൃത്യമായിട്ട് തന്ത്രപരമായിട്ട് നിലപാടുകൾ മാറ്റി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഈ കരിമണൽ കർത്തയുടെ ഈ പറയുന്ന കോഡ് ലിസ്റ്റ് പുറത്തു വന്നത് വളരെ പെട്ടെന്ന് യാദൃശ്ചികമായി അബദ്ധവശാൽ വന്നാണെന്ന് കരുതണ്ട. കോൺഗ്രസ്സുകാരെ നമ്മൾ അത്ര നന്നായിട്ട് നമ്പുവൊന്നും വേണ്ട. കാരണം ഒരുത്തിനെ വലിച്ച് താഴെ ഇട്ടാലേ അടുത്തവൻ അടുത്ത കസേരയിലേക്ക് കയറിയിരിക്കാനുള്ളൂ. ഇവിടെ കുഞ്ഞാലിക്കുട്ടിക്ക് പൈസ മേടിച്ചു, ഹൈബിയുടൻ പൈസ മേടിച്ചു, ബെന്നി ബെഹനാൻ പൈസ മേടിച്ചു, അതുപോലെ തന്നെ വീരേന്ദ്രകുമാർ പൈസ മേടിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ലിസ്റ്റിൽ VD സതീശനും ഇല്ലേ? മുഖ്യമന്ത്രി അല്ലാതിരുന്ന സമയത്ത് VD സതീശൻ എന്തിനാ പണം മേടിച്ചു, ആർക്കൊക്കെ കൊടുത്തു? ഇങ്ങനെയുള്ള കുറെ ലിസ്റ്റ് വന്നു കഴിഞ്ഞാലോ
ആശിച്ച് മോഹിച്ച് എന്താ പറയല്ലേ, വളരെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു കസേരയാണ്. ആ കസേരയിൽ ഒന്ന് ഇരുന്ന് കൊതി തീരുന്നില്ല, അതിനു മുമ്പേ വലിച്ചാരെങ്കിലും താഴെ ഇടാൻ ശ്രമിച്ചാലോ. അപ്പൊ അതുകൊണ്ട് വളരെ തന്ത്രപരമായ നിലപാടുകളുമായിട്ട് മാത്രമേ വി ഡി സതീശൻ മുന്നോട്ട് പോകാനുള്ളൂ. എന്തുകൊണ്ട് ഈ കേസ് ശക്തമായിട്ട് അന്വേഷിക്കണം, പിണറായി വിജയനെ പിടിച്ചകത്തിടണം അല്ലെങ്കിൽ വീണയെ പിടിച്ചകത്തിടണം എന്നൊന്നും പിണറായി വിജയനെ എതിർത്തുകൊണ്ട് വി ഡി സതീശൻ പറയാത്തത്? കാരണം അത് സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമാണെന്നുള്ള ഒരു ധാരണ വി ഡി സതീശൻ അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും തനിക്കും ഒരു പണി മുകളിൽ തൂങ്ങി കിടക്കുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും ആ പണി തൻ്റെ നേരെയും വരാമെന്ന് വി ഡി സതീശനും വി ഡി സതീശൻ്റെ മന്ത്രിസഭയിലുള്ള 2 പേരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോഴും കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യമേ പറയുന്നുള്ളെങ്കിലും അവിടെ ഒരു RC ഉണ്ട്. ഈ RC ആരാണെന്നൊക്കെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഈ മന്ത്രിസഭ നേരിടേണ്ടി വരും. മാത്രമല്ല അങ്ങനെ RC എന്ന് പറയുന്ന പേരുള്ള ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്നും കേട്ടിരുന്നു. ഇതൊന്നുമില്ലാതെ ഈ പേരിലോ ഈ ലിസ്റ്റിലോ ഒന്നുമില്ലാത്ത ഒരു KC ഉണ്ട് വേറെ. അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശന് ചുറ്റും കിടന്ന് കറങ്ങുന്ന രാഷ്ട്രീയത്തെ അത്ര ചെറുതായിട്ട് നമ്മൾ കാണണ്ട. പിണറായി വിജയനിട്ട് കൊള്ളിക്കാനായിട്ട് ഇവർ കല്ലെടുത്തെറിഞ്ഞാൽ ആ കല്ലിന്റെ ഒരു വശം ചിലപ്പോൾ തിരിഞ്ഞു വന്നിട്ട് വി ഡി സതീശന്റെ ദേഹത്തും കൊള്ളാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും.